പിന്നീട് ഗോവർദ്ധൻ ഹോസ്പിറ്റലിൽ നിന്ന് ബാലേന്ദ്രന്റെ വീട്ടിലേക്ക് എത്തുന്നു. അലീനയായിരിക്കും വാതിൽ തുറന്നു കൊടുക്കുന്നത്. ഗോവർദ്ധനെ കണ്ടതും ബാലേന്ദ്രൻ ചോദിക്കും, താൻ ഇങ്ങോട്ട് പോന്നാൽ ഹോസ്പിറ്റലിൽ പിന്നെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, അവിടെ മനുവും ശിവേട്ടനും രാജീവേട്ടനും എല്ലാം മാറി മാറി നിൽക്കുന്നുണ്ട്, പോരാത്തതിന് സുലോചനയും ആനന്ദേട്ടനൊക്കെ ഉണ്ട് എന്ന്. അപ്പൊ ഇരിക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗോവർദ്ധൻ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കല്ലോ ബാലേന്ദ്രന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോന്ന്. അപ്പോൾ ഗോവർദ്ധൻ ആ ബില്ലെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ നോക്കിയിട്ട് 2,44,000 രൂപ എന്ന് പറയുമ്പോൾ അത് ഫാർമസി, ICU, ഓപ്പറേഷൻ തിയേറ്റർ എല്ലാം കൂടിയ ഓപ്പറേഷന് തന്നെ 2 ലക്ഷത്തോളം ആയി എന്ന് ഗോവർദ്ധൻ പറയുന്നു. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇതൊരൊറ്റ ദിവസത്തെ ബില്ലല്ലേ എന്ന്. ഇത് കേൾക്കുന്ന ഗോവർദ്ധൻ പറയും, ആളെ കിട്ടിയില്ല ബാലേട്ടാ, നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതല്ലല്ലോ എന്ന്. ഈ ബില്ല് നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നപ്പോൾ നീ ഒന്നും അവരോട് ചോദിച്ചില്ലേ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ഞാനെന്ത് ചോദിക്കാനാ എന്ന് ചോദിക്കാട്ടോ. എല്ലാത്തിനും പിറകെ നടക്കുന്ന ആങ്ങളമാർ ഈ ബില്ല് കണ്ടപ്പോൾ കൈ വിറച്ചോ എന്ന് തനിക്ക് ചോദിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഗോവർദ്ധന് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ലേ. ബില്ലടയ്ക്കാൻ ബാലേന്ദ്രൻ വേണം എന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, അത് പിന്നെ എല്ലാവരുടെ ഭാഗത്തുനിന്നും നോക്കുമ്പോൾ ബാലേട്ടനാണല്ലോ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. വൈജയന്തിയുടെ ഭർത്താവല്ലേ ബാലേട്ടൻ എന്ന് ചോദിക്കുകയാണ്. ആരോടും പറയാതെ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി പോയവരുടെ ബില്ലടയ്ക്കേണ്ടത് ഞാനാണോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയായാലും ബാലേട്ട, എവിടെ നിന്ന് നോക്കുമ്പോഴും ബാലേട്ടനല്ലേ വൈജയന്തിയുടെ ഭർത്താവ്. എനിക്ക് ഈ ബില്ല് നിസാരാണ്, എന്റെ കയ്യിലെ ഒരു രോമം കൊഴിയുന്നത് പോലെയുള്ളൂ. പക്ഷേ ഈ 2.25 ലക്ഷം രൂപയുടെ ബില്ല് ശിവേട്ടൻ തന്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നു എന്ന് പറഞ്ഞതിലാണ് എനിക്ക് ദേഷ്യം എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ എണീറ്റ് നിന്നിട്ട് പറയും, താനാരാ അവരുടെ വൈജയന്തിയുടെ ആരെങ്കിലും ആണോ? ആ ബില്ല് തരുന്ന അവർക്ക് നാണക്കേടില്ലെങ്കിലും തനിക്കുണ്ടോ നാണക്കേട് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗോവർദ്ധൻ പറയുന്നുണ്ട്, വൈജയച്ചിയുടെ കാര്യങ്ങൾ നോക്കാൻ മൊത്തത്തില് എന്നെയാണല്ലോ ഏൽപ്പിച്ചത് ബാലേട്ടൻ എന്ന് പറയാണ്. അപ്പൊ പറയും, ഹോസ്പിറ്റലുകാര് തൻ്റെ കയ്യിലാണ് ആ ബില്ല് തരുന്നതെങ്കിൽ താൻ കൊണ്ടുപോയി അടച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ശിവേട്ടൻ വന്ന് നിന്റെ കയ്യിൽ തന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല. ചേറ്റ എന്ന് പറയും. അയാളൊരു മാന്യനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നാളെ ഞാനങ്ങ് ചെല്ലുമ്പോൾ ഈ ബില്ല് കാണിച്ചിട്ട് എന്നോട് പറയണം, ബാലേന്ദ്ര, ഈ ബില്ല് നീ അടയ്ക്കോ അതോ ഞങ്ങൾ അടയ്ക്കണോ എന്ന്. അത് അയാളുടെ അന്തസ്സ്. അപ്പം ഞാൻ പറയും, എൻ്റെ ഭാര്യയുടെ ബില്ല് ഞാൻ പേ ചെയ്തോളാം എന്ന്. അത് എൻ്റെ അന്തസ്സ്. അങ്ങനെ ഗോവർദ്ധൻ ആ ഒരു ചെക്ക് ബുക്കിൽ സൈൻ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ബാലേന്ദ്രനെ കൊണ്ട്. അപ്പോഴേക്കും നമ്മുടെ അലീന ഒരു ചായ ആയിട്ട് എത്തും. അപ്പോൾ ബാലേന്ദ്രൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, എനിക്കില്ല ചായ എന്നറിയാം. ഫുഡ് കഴിക്കാൻ നേരമായില്ല എന്ന് ചോദിക്കുമ്പോൾ ഓ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലാണ്. അവിടെ മനുവും സുനന്ദയും ഉണ്ടാവും. അപ്പോൾ മനുവിനോട് ചെന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും രാത്രി ബുദ്ധിമുട്ടുണ്ടായോ എന്നുള്ള കാര്യം. അപ്പോൾ മനു പറയും, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, ആരും വിളിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ സുനന്ദ പറയുന്നുണ്ട്, വൈജയച്ചിക്ക് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു, നിലവിളിക്കുന്നത് കേട്ടു. സമയത്താണ് എന്നെ സിസ്റ്റർ വന്ന് വിളിച്ചത്, മുഖത്തിന്റെ പാതിയെ കാണാൻ സാധിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിന്നെ മനസ്സിലായോ എന്നുള്ളത്. ആ, എന്നെ മനസ്സിലായി, പക്ഷെ സംസാരിക്കാൻ പറ്റത്തില്ല, താടിയെല്ല് പൊട്ടിയിരിക്കാന്ന് സിസ്റ്റർ പറഞ്ഞു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ആകെ ഫീൽ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ കൈയും കാലും ഒക്കെ പൊട്ടിയിരിക്കുക, എല്ലായിടത്തും ബാൻഡേജ് ഇട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ അവളോട് പോയിക്കോളാൻ വേണ്ടിയിട്ട് പറയുന്നു. അങ്ങനെ സുനന്ദ അവിടെ നിന്ന് പോവാണേ. പിന്നീട് ബാലേന്ദ്രൻ മനുവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിന്റെ അച്ഛൻ എവിടെ എന്നുള്ളത്. അച്ഛൻ ഇന്നലെ 11:30 വരെ ഇവിടെ കണ്ടിരുന്നു, പിന്നെ കണ്ടിട്ടില്ല, ഇവിടെ എവിടെയോ റൂം എടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നത് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, മനു, നീ അവരോടൊന്നും പറഞ്ഞേക്കണം, അവരോട് ദയവ് ചെയ്തിട്ട് എന്നെ സഹായിക്കരുത് എന്ന് പറയാൻ. എന്ത് സഹായം അങ്കിൾ, വെറുതെ ഇവിടെ വന്ന് ചുറ്റിക്കറങ്ങി പോവും, അത്രേ ഉള്ളൂ എന്ന് പറയാനിട്ട് മനു. പിന്നീടാണെങ്കിൽ മനുവിനോട്, ഇന്നലെ രാത്രി മുതൽ ഉറക്കമുളച്ചല്ലേ, താൻ പോയി കിടന്ന് ഉറങ്ങിക്കോ, സുലോചന എത്തുമ്പോഴേക്കും ഗോവർദ്ധൻ തിരികെ വരുമല്ലോ, അപ്പൊ എനിക്ക് കൂട്ടിനാളായി എന്ന് പറയാൻ കേട്ടോ മനുവിനോട്. ശരി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് പോകുന്ന നേരത്ത് മനു പറയും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ അങ്കിൾ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോഴേക്കും അവിടെ ഒരു സിസ്റ്റർ വരുന്നുണ്ട്. എന്നിട്ട് പറയും, പേഷ്യന്റിന്റെ അവിടെ 5 മിനിറ്റ് വിസിറ്റേഴ്സ് അലൗഡ് ആണ്, വേണമെങ്കിൽ പോയി കണ്ടോളൂ എന്ന്. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ കയറി കാണുന്നു. ആ സമയത്തൊക്കെ വൈജ ആക്സിഡന്റ് ഉണ്ടാവുന്നതിന് മുൻപുള്ള ആ ഒരു ഭാഗം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അലീന, നിങ്ങൾക്ക് വേറൊരു പെണ്ണിൽ ജനിച്ച മകളാണോ എന്നും എനിക്കിനി നിങ്ങളുടെ ഭാര്യ ആയിരിക്കാൻ ഇഷ്ടമല്ല എന്നും മക്കൾക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണെന്നും പറയുന്നതായിട്ടൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ പറയും, അലീനയും നിങ്ങളും ഈ വീട്ടിൽ താമസിച്ചോ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്നതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ബോധം വരാൻ ഇനി ഒരുപാട് സമയം എടുക്കുമെന്ന്. അപ്പോൾ 3-4 മണിക്കൂർ കൂടി ഇങ്ങനെ തന്നെ തുടരും എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ഇനി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, ഒരു ദിവസം ഒരു വിസിറ്റേഴ്സിനെ മാത്രമേ അനുവദിക്കത്തുള്ളൂ,
അത് 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പുറത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ തിരികെ എത്തുന്ന ബാലേന്ദ്രൻ ഗോവർദ്ധനെ കാണുന്നു. ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഗോവർദ്ധനം കണ്ടതല്ലേ, അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്. ഇപ്പോഴും സഡേഷന അനസ്തേഷ്യയുടെ അത് വിട്ടുമാറാൻ കുറച്ചുകൂടെ ടൈം എടുക്കും എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനല്ലേ ട്രിപ്പുകളൊക്കെ ഉള്ളത്, അതൊക്കെ കഴിഞ്ഞ് ബോധം വന്നാൽ തന്നെ ഭക്ഷണം നേരിട്ട് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ട്യൂബൊക്കെ ഇടേണ്ടി വരും എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ ഹോ എന്തൊരു കഷ്ടമാണ്, എങ്ങനെ ഒരു കുടുംബം പോറ്റിയ ആളായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ ഗോവർദ്ധൻ. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും വെറുതെ അല്ല റോഡ് സേഫ്റ്റിക്കാര് മുക്കിലും മൂലയിലൊക്കെ ബോർഡ് വെച്ചിരിക്കുന്നത്, ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ജീവിതം തലകീഴെ മറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ അവസ്ഥ കണ്ടിട്ട് ബാലേട്ടന് സങ്കടം തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ അവസ്ഥ ആരും ഉണ്ടാക്കി വെച്ചതല്ലല്ലോ, സ്വയം വരുത്തി വെച്ചതല്ലേ എന്ന് ചോദിക്കുകയാണേ. പിന്നെ സങ്കടം എന്നത് അത് ഉള്ളിൽ നിന്ന് വരേണ്ടതല്ലേ, അല്ലാതെ അഭിനയിക്കേണ്ടതല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ അല്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ രാജീവൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വൈജയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ കൈക്കും കാലിനും ഫ്രാക്ചർ ഉണ്ട്, സംസാരിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ താടി എല്ലിന് പൊട്ടുണ്ട്, പിന്നെ ലെഫ്റ്റിലെ 3-4 പല്ല് ഇളകിയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയും. ഇതിൽ നിന്നും റെഡി ആവാൻ വേണ്ടിയിട്ട് ദിവസങ്ങൾ എടുത്തേക്കല്ല എന്ന് ചോദിക്കുമ്പോൾ ദിവസങ്ങളല്ല ആഴ്ചകൾ തന്നെ എടുത്തേക്കാം, ഇനി വല്ലതും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണേ. ഇല്ല ഡോക്ടർ ഞാൻ ഇതറിയാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് രാജീവൻ ഇറങ്ങുമ്പോൾ അവിടെ ശിവനും ഉണ്ടാവും. അപ്പോൾ ശിവനോട് രാജീവൻ പറയുന്നുണ്ട് കേട്ടോ ഒരു കണക്കിന് വൈജയ്ക്ക് ഇത്രയല്ലേ പറ്റിയിട്ടുള്ളൂ, ആ കാറ് കിടക്കുന്നത് കണ്ടാൽ അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് ആരും ഓർക്കില്ല, അങ്ങനെ ആ കാറിന്റെ കിടപ്പ് എന്ന് പറയുമ്പോൾ നീ എങ്ങനെ കണ്ടു എന്ന് ചോദിക്കുക കേട്ടോ ശിവൻ. എനിക്ക് ഹരി വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, എൻ്റെ ഫോണിലുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രാജീവൻ ശിവന് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ശിവൻ കാണുമ്പോൾ പറയുന്നുണ്ട് കണ്ടിട്ട് തല പെരുക്കുന്നുണ്ട്, എങ്കിലും നീ ഇതൊന്ന് എൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ സംസാരിച്ച് വരുമ്പോൾ ഗോവർദ്ധനെ കാണുന്നു. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ താൻ മാത്രമേ കൂട്ടിരിപ്പിന് ഉള്ളൂ എന്ന്. അപ്പോൾ എല്ലാവരും വന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ, ICUലല്ലേ വൈജേച്ചി എന്ന് ചോദിക്കുകയാണ്. പിന്നെ ആകെ ചെയ്യാനുള്ളത് അവർ തരുന്ന ബില്ല് അടയ്ക്കാന്നുള്ളതാ, അതിനും വേണം ഞാൻ എന്ന് പറയുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ലല്ലോ അടയ്ക്കുന്നതെന്ന്, എന്താ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണോ എന്ന് ചോദിക്കാൻ കേട്ടോ ഗോവർദ്ധൻ. അത് കേൾക്കുമ്പോൾ തന്നെ രാജീവൻ പറയുന്നുണ്ട് വെറുതെ അവനെ ചൊറിയാൻ നടക്കേണ്ട ശിവേട്ട, അവൻ്റെ ഭാര്യയല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, അപ്പോൾ ഈ ബില്ല് അടയ്ക്കേണ്ടതും അവൻ തന്നെയാണെന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട് കേട്ടോ അതിനേക്കാൾ മുന്നേ നിങ്ങൾക്കാണല്ലോ ബന്ധം, സഹോദരി സഹോദരൻ എന്ന ബന്ധം, അതിന്റെ പകുതി മാത്രമല്ലേ ബാലേട്ടൻ തമ്മിലുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ശിവൻ ചോദിക്കുന്നുണ്ട് നീ ഇതൊക്കെ കമ്പ്യൂട്ടറിൽ അടിച്ചു വെച്ചിരിക്കുകയാണോ, ഞങ്ങൾ ഏതായാലും അപ്പുറത്തെ ഹോട്ടലുണ്ട്, റൂം നമ്പർ അറിയാലോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ട് വിളിക്കണം എന്ന് പറയുമ്പോൾ എന്താവശ്യം എന്ന് ചോദിക്കാട്ടോ ഗോവർദ്ധൻ. അപ്പോൾ നമ്മുടെ രാജീവൻ പറയുന്നുണ്ട് വിട്ടേക്ക് ശിവേട്ട, അവൻ്റെ പാട്ടിന് പോട്ടെ എന്ന്. അതുവരെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ അലീന വൈജയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. സിസ്റ്റേഴ്സിനോട് പറയുന്നത് മൂത്ത മകളാണെന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ വൈജയന്തിയുടെ കണ്ണൊക്കെ അങ്ങനെ ചീർക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തിയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഭേദമാവുന്നത് വരെ ഞാൻ നോക്കിക്കോളാട്ടോ എന്ന്.